ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധ നേടി തമിഴ് സിനിമയിൽ അരങ്ങേറ്റം ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് യുവനടനായ സന്താനം. തുടക്കത്തിൽ ക്യാമിയോ റോളുകളിലും ചെറിയ വേഷങ്ങളിലും ഒതുങ്ങിയ കരിയർ പതിയെ തമിഴ് സിനിമയിലെ ജനപ്രിയ ഹാസ്യ താരങ്ങളുടെ നിലയിലേക്ക് ഉയർന്നു. ഹാസ്യം മാത്രമല്ല, നായക വേഷവും തനിക്ക് വഴങ്ങുമെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം. കഴിഞ്ഞ ദിവസമാണ് സന്താനം നായക റോളിലെത്തിയ പുതിയ ഹൊറർ കോമഡി ചിത്രം DD നെക്സ്റ്റ് ലെവൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ദില്ലിക്ക് ദുഡു ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ ചിത്രമാണിത്. റാപ്പ് ഉപയോഗിച്ച് സിനിമ നിരൂപണം നടത്തുന്ന യൂട്യൂബർ കൃഷ്ണ എന്ന കിസ്സ 47ന്റെ വേഷമാണ് സന്താനം അവതരിപ്പിക്കുന്നത്. റിലീസ് കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം പക്ഷേ തിയേറ്ററിന് പുറത്ത് പുതിയൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിലെ ഒരു ഗാനത്തിനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് ഒരു BJP നേതാവ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള BJP നേതാവായ ഭാനുപ്രകാശ് റെഡ്ഡിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയിലെ റാപ്പ് സോങ്ങിൽ ഭക്തിഗാനം ഉൾപ്പെടുത്തിയതാണ് പരാതിക്ക് കാരണം. കിസ്സ 47 എന്ന ഗാനം സിനിമയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടപടി ഉണ്ടായില്ലെങ്കിൽ 100 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നും BJP നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെഡ്ഡിക്കൊപ്പം തിരുപ്പതി ജനസേന പാർട്ടിയുടെ അധ്യക്ഷൻ കിരൺ റായലും ചിത്രത്തിലെ ഗാനത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശ്രീ വെങ്കിട്ടേശ്വരനെ പ്രകീർത്തിക്കുന്ന ഭക്തിഗാനമായ ശ്രീനിവാസ ഗോവിന്ദയിലെ വരികൾ DD നെക്സ്റ്റ് ലെവലിലെ ഒരു റാപ്പ് ഗാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് പരാതിക്കാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് പാട്ടെന്നാണ് പരാതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹിക സൗഹാർദ്ദം തകരാനും ഇത് കാരണമാകും. സമൂഹത്തിൽ കലാപം ക്ഷണിച്ചു വരുത്തുന്നതാണ് പാട്ടെന്നും പരാതിയിൽ ഭാനുപ്രകാശ് വാദിക്കുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിന് മേൽനോട്ടം വഹിക്കുന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രസ്റ്റിൽ അംഗം കൂടിയാണ് BJP നേതാവ് ഭാനുപ്രകാശ് റെഡ്ഡി. DD നെക്സ്റ്റ് ലെവൽ നായകൻ സന്താനത്തിനും നിർമ്മാതാക്കളായ നിഹാരിക എൻ്റർടൈൻമെൻറ്റിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. പരാതിയുടെ കോപ്പി സെൻസർ ബോർഡിന് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമകൾക്ക് അനുമതി നൽകുമ്പോൾ സെൻസർ ബോർഡ് കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഭാനുപ്രകാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുപ്പതി ജനസേന നേതാവ് കിരൺ റോയൽ വിഷയം ഉയർത്തി തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ നേരിൽ കണ്ടിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം AIADMK നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോഴിതാ തിരുപ്പതി ദേവസ്ഥാനം തന്നെ ഔദ്യോഗികമായി സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ലീഗൽ നോട്ടീസ് അയച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ശ്രീനിവാസ ഗോവിന്ദയുടെ പകർപ്പവകാശം ട്രസ്റ്റിന് മാത്രമാണെന്നും അനുമതിയില്ലാതെ ഭക്തിഗാനം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെന്നുമാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രേം ആനന്ദാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. നിഹാരിക എൻ്റർടൈൻമെൻറ്റ്സിന്റെ ബാനറിൽ വെങ്കട്ട് ബോയനപ്പള്ളിയും ആര്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. രോഹിത് എബ്രഹാം എന്ന ഓഫ്രോ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപേ കിസ്സ 47 എന്ന റാപ്പ് പുറത്തു വന്നിരുന്നു. തമിഴ് റാപ്പറായ കെലുത്തി എഴുതി ഓഫ്രോ തന്നെയാണ് ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കിട്ടേശ്വരി ഗോവിന്ദ എന്ന ഭക്തിഗാനത്തോട് വെസ്റ്റേൺ സംഗീതവും ചേർത്താണ് പാട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു മുൻപും നിരവധി റാപ്പ് ഗാനങ്ങൾ സംഗീതം ചെയ്തയാളാണ് ഓഫ്രോ. തമിഴ് റാപ്പർ അറിവുമായി ചേർന്നൊരുക്കിയ തെരുക്കുറൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. രണ്ടുപേരും അംഗങ്ങളായ കാസ്റ്റ്ലെസ് കളക്റ്റീവിന്റെ ബാനറിലായിരുന്നു ജാതി രാഷ്ട്രീയം പ്രമേയമായുള്ള ആൽബം പുറത്തിറങ്ങിയത്.